ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയ സമയത്തുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഇവിടെ കിടക്കുന്നു, രണ്ട് സൈഡിൽ ഒരു പാകിസ്ഥാൻ. നമ്മുടെ വെസ്റ്റേൺ സൈഡിൽ എന്താണ്? വെസ്റ്റേൺ പാകിസ്ഥാനും ഈസ്റ്റേൺ സൈഡിൽ ഈസ്റ്റേൺ പാകിസ്ഥാനും. വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യം. ഒരു രാജ്യം തന്നെ വേറൊരു രാജ്യത്തിന് രണ്ട് സൈഡിലായിട്ട് കിടക്കാം. ബ്രിട്ടീഷുകാർക്ക് നോബൽ പ്രൈസ് കൊടുക്കണം, അവർക്ക് മാത്രമേ ഇതൊക്കെ പറ്റൂ. വേറെ ആർക്കും ഇങ്ങനെയുള്ള പരിപാടി ചെയ്യാൻ പറ്റത്തില്ല. സോ ദേ ഹാവ് ക്രിയേറ്റഡ് വെസ്റ്റേൺ പാകിസ്ഥാൻ ആൻഡ് ഈസ്റ്റേൺ പാകിസ്ഥാൻ. വെസ്റ്റേൺ പാകിസ്ഥാനിൽ അവരുടെ ഐഡന്റിറ്റി എന്താക്കാൻ അവർ ശ്രമിക്കുന്നത്? ഇസ്ലാം. പക്ഷെ ഈസ്റ്റേൺ പാകിസ്ഥാനിൽ മുസ്ലിം മെജോറിറ്റി ആണെങ്കിലും അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയും കൂടെ ഉണ്ട്. ക്യാൻ യു ടെൽ മീ വാട്ട് ഇസ് ദാറ്റ് ഐഡന്റിറ്റി? ബംഗാളി ഐഡന്റിറ്റി. കാരണം പണ്ട് ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും എല്ലാം ഒന്നായിരുന്നു, എല്ലാം ഇന്ത്യയിലെ ഭാഗമായിരുന്നു. ബ്രിട്ടീഷ് ഭരിച്ചപ്പോഴും അങ്ങനെ ആയിരുന്നു. അപ്പൊ ഇവര് മുറിഞ്ഞു പോയെങ്കിലും ദേ ഹാവ് എ ഡിസ്റ്റിങ്ക്ട് ബംഗാളി ഐഡന്റിറ്റി വിത്ത് എ ബംഗാളി ലാംഗ്വേജ്. ഇവിടെ ഒറ്റ ഐഡന്റിറ്റിക്ക് അവർ ശ്രമിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. കാരണം പല ടൈപ്പ് ആൾക്കാരാ. ഓക്കെ, ബലോച്ചികൾക്ക് വേറെ ഐഡിയ, ആസാദ് കശ്മീർ അല്ലെങ്കിൽ ഇന്ത്യൻ പാകിസ്ഥാൻ ഓക്കുപൈഡ് കശ്മീരിന് വേറെ ഐഡിയ, സിന്ധീസിന് വേറെ ഐഡിയ, സരായി റിവോൾട്ട്, അങ്ങനെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട്. പിന്നെ അവിടെ ഹമ്മദിയ മുസ്ലിംസ് ഉണ്ട്. എല്ലാവരും അവിടെ ഡൈവേഴ്സ് ആണ്. നമ്മൾ കാണുന്ന പോലെ ഒരു മോണോലിത്ത് അല്ല എന്ത് പാകിസ്ഥാൻ. സോ യു ആർ അണ്ടർസ്റ്റാൻഡിങ് ദേ ഹാവ് എ സെപ്പറേറ്റ് ഐഡന്റിറ്റി. പക്ഷെ പാകിസ്ഥാൻ ഒരു ഐഡന്റിറ്റി വേണം മൊത്തത്തിൽ. ഓക്കെ, ക്ലിയർ? ഇഷ്യൂ മനസ്സിലായോ? ഇനി ഇത് നിങ്ങൾ നോക്കിയാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഹാപ്പനിങ്. ഓക്കെ, 56% പോപ്പുലേഷൻ, 55 തൊട്ട് 56% വരെ ടോട്ടൽ പാകിസ്ഥാന്റെ പോപ്പുലേഷൻ എവിടെ കുട്ടികളെ ജീവിക്കുന്നത്? ഈസ്റ്റേൺ പാകിസ്ഥാൻ. 44-45% ഉള്ളൂ എവിടെ? വെസ്റ്റേൺ പാകിസ്ഥാൻ. ഇനി ഇവരുടെ റിലീജിയസ് ഒരു നമ്പേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈസ്റ്റേൺ പാകിസ്ഥാനിൽ മുസ്ലിംസ് ഏകദേശം 76%, വെസ്റ്റേൺ പാകിസ്ഥാനിൽ ഇത് 85%. കൂടുതൽ ആരാണ് മുസ്ലിംസ് ഉള്ളത്? വെസ്റ്റേൺ പാകിസ്ഥാൻ. ഹിന്ദുസ് ഈസ്റ്റേൺ പാകിസ്ഥാനിൽ 22% പേരുണ്ട്, വെസ്റ്റേൺ പാകിസ്ഥാനിൽ ഇത് 12% പേരേ ഉള്ളൂ. അപ്പൊ ജനറലി നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം പോപ്പുലേഷൻ കൂടുതൽ എവിടാണ്? വെസ്റ്റേൺ പാകിസ്ഥാനിലാണ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്. ഇവിടെ മുസ്ലിം പോപ്പുലേഷൻ ഇൻ പെർസെൻറ്റേജ് ഈസ് കമ്പാരിറ്റീവ്ലി ലെസർ. ഹിന്ദു പോപ്പുലേഷൻ പെർസെൻറ്റേജ് വൈസ് കൂടുതൽ എവിടാണ്? നമ്പർ വൈസും കൂടുതൽ എവിടാണ്? ഇൻ ഈസ്റ്റേൺ പാകിസ്ഥാൻ. അതുകൊണ്ട് വെസ്റ്റേൺ പാകിസ്ഥാനിലെ പലർക്കും ഈസ്റ്റേൺ പാകിസ്ഥാനിനോട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവര് ഹിന്ദുസുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്തവരാണ്, ഇവർ ലോയലിസ്റ്റ് ആയിരിക്കില്ല. ഓക്കെ, ഇവർ ഒറിജിനൽ വെസ്റ്റേൺ പാകിസ്ഥാന്റെ അത്ര എലൈറ്റ് അല്ല. ഇങ്ങനെ പല ചിന്താഗതി വെസ്റ്റേൺ പാകിസ്ഥാനിൽ ഉള്ളവർക്കുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കൂടുതൽ പോപ്പുലേഷൻ ഈസ്റ്റേൺ പാകിസ്ഥാനിലാണ്. നിങ്ങൾ എക്കണോമിക്കലി നോക്കിയാലും കോൺട്രിബ്യൂഷൻ കുറെയൊക്കെ നിങ്ങൾ അവിടെ ടെക്സ്റ്റൈൽസ് ഇതൊക്കെ നോക്കിയാൽ ഈസ്റ്റേൺ പാകിസ്ഥാനിലാണ്. എക്സ്പോർട്സ് നോക്കിയാലും ഈസ്റ്റേൺ പാകിസ്ഥാനിലാണ്. പക്ഷെ പ്രശ്നം എന്താ സ്റ്റുഡൻസ്? സ്പെൻഡിങ് നിങ്ങൾ നോക്കണം. സ്പെൻഡിങ് എന്താ സ്റ്റുഡൻസ്? നിങ്ങൾ ഇങ്ങനെ പല വർഷങ്ങളിലും എത്ര കോടി ഈസ്റ്റ് പാകിസ്ഥാനിൽ സ്പെൻഡ് ചെയ്തു, എത്ര വെസ്റ്റ് സ്പെൻഡ് ചെയ്തു എന്നുള്ള കണക്കാണ്. നമ്മൾ 65 തൊട്ട് 75 വരെ നിങ്ങൾ നോക്കിയാൽ 5195 കോടി രൂപയാണ് വെസ്റ്റേൺ പാകിസ്ഥാനിലേക്ക് സ്പെൻഡ് ചെയ്തേക്കുന്നത്. അതായത് 45% പോപ്പുലേഷൻ ഉള്ളവർക്ക് ഏകദേശം 5000 കോടി. അതേസമയം 55% പോപ്പുലേഷൻ ഉള്ളവർക്ക് എത്രയാ ചെലവാക്കിയേക്കുന്നത്? 2141 കോടി. അതായത് 70% സ്പെൻഡ് ചെയ്തേക്കുന്ന വെസ്റ്റിലും വെറും 29% ഈസ്റ്റിലും സ്പെൻഡ് ചെയ്തേക്കും. ഇനി ഇത്രയും വർഷങ്ങളുടെ ടോട്ടൽ നമ്മൾ നോക്കിയാൽ 11,000 കോടി വെസ്റ്റേൺ പാകിസ്ഥാനിൽ സ്പെൻഡ് ചെയ്തപ്പോ, അതായത് 71% മൊത്തം 70 വരെ, ഇൻഡിപെൻഡൻസ് തൊട്ട് 70 വരെ നോക്കിയാൽ 71% പൈസയും സ്പെൻഡ് ചെയ്തിരിക്കുന്നത് വെസ്റ്റേൺ പാകിസ്ഥാൻ. 55% പോപ്പുലേഷൻ ഉള്ള ഈസ്റ്റേൺ പാകിസ്ഥാനിൽ സ്പെൻഡ് ചെയ്തേക്കുന്നത് വെറും 4500 കോടി അല്ലെങ്കിൽ 28%. ശ്രദ്ധിക്കുക, 45% പോപ്പുലേഷൻ ഉള്ളിടത്ത് 71% സ്പെൻഡിങ്. 55 അല്ലെങ്കിൽ 56% പോപ്പുലേഷൻ ഉള്ളിടത്ത് 28% സ്പെൻഡിങ്. ഹൗ ഇസ് ഇറ്റ് ജസ്റ്റിഫൈഡ്? അപ്പൊ എക്കണോമിക്കലി ആര് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്? ഈസ്റ്റേൺ പാകിസ്ഥാൻ. സോഷ്യലി ഓൾസോ ദേ ആർ ഡിസ്ക്രിമിനേറ്റഡ്. പൊളിറ്റിക്കലി നോക്കിയാൽ മേജർ പോസ്റ്റുകൾ എല്ലാം ആർക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്? വെസ്റ്റേൺ പാകിസ്ഥാൻ. സോ ദേ ആർ ഫേസിങ് ഡിസ്ക്രിമിനേഷൻ. മനസ്സിലായോ? ഐഡന്റിറ്റിയിലും വ്യത്യാസമുണ്ട്. രണ്ടിലും മുസ്ലിം നേഷൻ എന്ന് പറയാമെങ്കിലും ഈസ്റ്റിൽ എന്തുകൊണ്ടുണ്ട്? ദേ ഹാവ് എ ബംഗാളി കൾച്ചർ. വെസ്റ്റില്
മൊത്തത്തിൽ അത് ഇസ്ലാമിക രാജ്യമാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും പല കൾച്ചേഴ്സ് അവിടെ ഉണ്ട്. സോ പാകിസ്ഥാൻ ഈസ് സ്ട്രഗിളിങ്. അപ്പൊ പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും ഇത് യൂണിഫോം ആക്കണം, അവർക്ക് കാണിക്കണം ഞങ്ങൾ ഒന്നാണെന്ന്. അപ്പൊ നമ്മുടെ മുഹമ്മദ് അലി ജിന്ന പറയുന്ന ഒരു കോട്ടാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. എന്താണ്? The state language of Pakistan is going to be Urdu and no other language. പാകിസ്ഥാന്റെ ലാംഗ്വേജ് ഇനി ഉറുദു ആയിരിക്കും. പാകിസ്ഥാൻ എന്ന് പുള്ളി ഉദ്ദേശിക്കുമ്പോൾ വെസ്റ്റ് പാകിസ്ഥാനും വരും, ഈസ്റ്റ് പാകിസ്ഥാനും വരും. അത് പറഞ്ഞതിന് ശേഷം ആഡ് ചെയ്യുന്ന എന്താ? എനിവൺ ഹു ട്രൈസ് ടു മിസ്ലീഡ് യു ഇൻ ഇസ് റിയലി എനിമി ഓഫ് പാകിസ്ഥാൻ. ഇതാണ് പ്രശ്നം. അതല്ലെന്ന് പറയുന്ന ആരോ അവൻ പാകിസ്ഥാന്റെ എനിമിയാണ്. അപ്പൊ ഈസ്റ്റ് പാകിസ്ഥാനിൽ ബംഗ്ലാ സംസാരിക്കുന്നവരെല്ലാം ആരായി മാറി? ട്രൈറ്റേഴ്സ് ആണ്. ദിസ് ഇസ് ഗോയിങ് ടു സ്റ്റിർ പ്രോബ്ലംസ്. സോ സോഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ, economic exploitation and political exploitation is happening with eastern Pakistan. അതിനെതിരെ ആരെങ്കിലും ഒക്കെ പ്രതികരിക്കണ്ടേ? പ്രതികരിക്കാൻ, അല്ലെങ്കിൽ ആ പ്രതികരണത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചതാണ് ഇദ്ദേഹം. ആരാണ്? ഷെയ്ഖ് മുജീബുർ റഹ്മാൻ, അല്ലെങ്കിൽ ബംഗാ ബന്ധു എന്ന് പറയും. ഇദ്ദേഹം ഒരു ചെറിയ പാർട്ടി ഉണ്ടാക്കി, ആവാമി ലീഗ്. ഹി വാസ് എ പാർട്ട് ഓഫ് മുസ്ലിം ലീഗ്. പക്ഷെ അതിൽ നിന്ന് പുള്ളി റിസൈൻ ചെയ്തു 49-ൽ ആൻഡ് ഹി ഫോം ദ സ്മോൾ പാർട്ടി. ആവാമി ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താ നടക്കുന്നത്? ഈ ജിന്നയുടെ ഈ പ്രസന്റേഷൻ എല്ലാം കഴിയുമ്പോൾ ലാംഗ്വേജ് പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. ലാംഗ്വേജ് പ്രൊട്ടസ്റ്റ് ഓൾ ഓവർ വെയർ? ഈസ്റ്റ് പാകിസ്ഥാൻ. നിങ്ങൾ നോക്കി, ഇത്രയും പേര് അഭിസംബോധന ചെയ്യുന്നതാണ് മുജീബുൾ. ആ മുജീബുള്ളിന്റെ പ്രതിമയാണ് ഇപ്പൊ ബംഗ്ലാദേശിൽ ഇടിച്ചു പൊട്ടിക്കുന്നത്. നിങ്ങൾ ദൃഷ്ടാന്തം മനസ്സിലാക്കുക. യു ഷുഡ് കണക്ട്. ബംഗ്ലാദേശിന്റെ ലിബറേഷനിൽ തുടക്കം കുറിച്ചിരിക്കുന്ന ഒരാളാണ്, മേജർ പേഴ്സണാലിറ്റി. ഇപ്പൊ പുള്ളിയുടെ പ്രതിമയാണ് തകർക്കുന്നത്. ഇത് എന്തുകൊണ്ടെന്നുള്ളത് ഇതിനും ലോജിക്കുണ്ട്. വെൻ ഐ റീച്ച് ദെയർ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ക്ലിയർ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈസ്റ്റ് ബംഗാളിൽ പ്രൊവിൻഷ്യൽ ഇലക്ഷൻ നടക്കുന്നു. ജനറൽ ഇലക്ഷൻ എന്ന് പറയാൻ കഴിയില്ല, പ്രൊവിൻഷ്യൽ ഇലക്ഷൻ നടക്കുന്നു. ഇലക്ഷനിൽ ആവാമി ലീഗ് മത്സരിക്കുന്നു. കുറച്ച് പാർട്ടികളോട് ചേർന്ന് ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ആയിട്ടാണ് ഇവർ മത്സരിക്കുന്നത്, ആവാമി ലീഗും കുറച്ച് പാർട്ടികളുമായിട്ട്. ഓബ്വിയസ്ലി അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് പരാജയപ്പെടുന്നു, ആവാമി ലീഗ് അല്ലെങ്കിൽ യുണൈറ്റഡ് ഫ്രണ്ടിനാണ് സീറ്റ് കൂടുന്നത്. അപ്പൊ ഈസ്റ്റ് ബംഗാളിലെ ഇലക്ഷനിൽ ആവാമി ലീഗ് അതുപോലുള്ള പാർട്ടികൾ ചേരുന്ന യുണൈറ്റഡ് ഫ്രണ്ട്സ് ഡോമിനേറ്റ് ചെയ്യുന്നു. മുസ്ലിം ലീഗിന് കാര്യമായിട്ട് ഈസ്റ്റ് ബംഗാളില് വോട്ടൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഇവർ ഗവൺമെന്റ് ഫോം ചെയ്യാനൊന്നും അങ്ങനെ സമ്മതിക്കുന്നില്ല. ഗവൺമെന്റ് ഫോം സമ്മതിക്കാതെ കുറച്ച് നാൾ ഗവർണേഴ്സ് റൂൾ പോലെ ഒരു റൂൾ ആക്കി വെച്ചു. അപ്പൊ അവിടെ എന്താ കാണുന്നത്? ആവാമി ലീഗിനെ അടിച്ചൊതുക്കാൻ ആര് നോക്കുന്നു? വെസ്റ്റേൺ പാകിസ്ഥാൻ നോക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ക്ലിയർ? ഇതുവരെ നിങ്ങൾ ഇത് കാണാതെ പഠിക്കണ്ട, അണ്ടർസ്റ്റാൻഡ്. ഇതിന്റെ ഒരു ട്രാക്ക് അല്ലെങ്കിൽ ട്രേസ് ചെയ്താൽ മതി. ഇതിനുശേഷം അവസാനം പാകിസ്ഥാനിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നു. കുറെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു. 56-ൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്നു. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നു പാകിസ്ഥാൻ ബിക്കംസ് ദ വേൾഡ്സ് ഫസ്റ്റ് ഇസ്ലാമിക് റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ അതൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആയിരിക്കും, ഇസ്ലാമിക രാജ്യമായിരിക്കും. പക്ഷെ ഇറ്റ് വിൽ ഹാവ് എ എലക്റ്റഡ് ഹെഡ്. ഓക്കെ. അപ്പൊ ഇസ്ലാമിക രാജ്യമായിട്ട് മാർച്ച് 23-ൽ ഇതിനെ പ്രഖ്യാപിച്ചു. ഓക്കെ, ദാറ്റ് ഈസ് ഹാപ്പനിങ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് ഈ മുജീബുർ റഹ്മാൻ ഈസ്റ്റേൺ പാകിസ്ഥാനോടെ കാണിക്കുന്ന പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട്. ഈസ്റ്റേൺ ബംഗ്ലാദേശികൾ ഈ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അവർക്ക് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ആക്കിയതൊന്നും അല്ല പ്രശ്നം. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മുജീബുർ റഹ്മാൻ ഒരു 6 പോയിന്റ് പ്രോഗ്രാം എടുക്കുന്നുണ്ട്. സ്റ്റേറ്റിന് പവർ കൊടുക്കണം, ബംഗ്ലാദേശിന് കൂടുതൽ ഓട്ടോണമി കൊടുക്കണം. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. ഇങ്ങനൊരു 6 പോയിന്റ് അജണ്ടയുമായിട്ട് മുജീബുർ റഹ്മാൻ വരുന്നു. ഓക്കെ. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ കാണുന്നത് അഗർത്തല കോൺസ്പിറസി കേസ് എന്ന് പറഞ്ഞൊരു കേസിൽ 1968 മുജീബുർ റഹ്മാനെ അങ്ങ് അറസ്റ്റ് ചെയ്യുകയാണ്. പാകിസ്ഥാൻ പറയുന്നത് എന്താണെന്നറിയോ? മുജീബുർ റഹ്മാൻ ഇന്ത്യയിൽ പോയി, ത്രിപുരയിൽ പോയി, പല സ്ഥലങ്ങളിൽ പോയി ഇന്ത്യയുമായിട്ട് കോൺസ്പിറേറ്റ് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ ഇത് സെപ്പറേറ്റ് ആകാനുള്ള ശ്രമമൊക്കെ നടക്കുന്നു. മുജീബുർ റഹ്മാൻ കോൺസ്പിറസിയിൽ ഏർപ്പെടുന്നു, പാകിസ്ഥാനെ ചതിക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ പിടിച്ച് അകത്തിടുവാണ്. ഇതിനെയാണ് അഗർത്തല കോൺസ്പിറസി കേസ്. അപ്പൊ 60കളുടെ എൻഡിൽ തന്നെ മുജീബിനെ ഒരു തവണ പിടിച്ച് അകത്തിട്ടു. പിന്നീട് പ്രഷർ കാരണം ഇദ്ദേഹത്തെ പുറത്തിറക്കേണ്ടി വന്നു. ഓക്കെ, ക്ലിയർ? ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം കൂടെ സംഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം കൂടി ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ.
ഇവർ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കിയ സമയത്ത് ഒരു അറേഞ്ച്മെന്റ് കൂടെ ചെയ്തിട്ടുണ്ട്. അത് സ്ലൈഡിലില്ല, ഞാൻ പറഞ്ഞുതരാം. മൊത്തത്തിൽ ഇവരുടെ നാഷണൽ അസംബ്ലി, പാർലമെന്റ് പോലെ നാഷണൽ അസംബ്ലിയിൽ ഏകദേശം 300 പേരായിരുന്നു. മനസ്സിലായി? ഇലക്ഷൻ ഒന്നും നടന്നിട്ടില്ല. അപ്പൊ ഇവർ പറഞ്ഞ എന്താ, ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും ഈക്വൽ ആയിട്ട് ആൾക്കാർ വരും, വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും ഈക്വൽ ആയിട്ട് ആൾ വരും. ഈ കാര്യമാണ് നടന്നിരിക്കുന്നത്. തുടക്കത്തിൽ ഇലക്ഷൻ ഒന്നും നടന്നിട്ടില്ല. ആദ്യത്തെ പാർലമെന്റ് നമ്മുടെ ഇലക്ഷൻ അല്ലല്ലോ, ആൾക്കാർ വന്നിരിക്കുമല്ലേ. അപ്പൊ ഈസ്റ്റിൽ നിന്നും വെസ്റ്റിൽ നിന്നും ഒരുപോലെ. ഓക്കെ. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. ബംഗ്ലാദേശിൽ മുജിബുർ റഹ്മാനെ അറസ്റ്റ് ചെയ്യുന്നു. അവിടെ ചെറിയ ചെറിയ പ്രൊട്ടസ്റ്റുകളൊക്കെ തുടങ്ങുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൈക്ലോൺ അടിക്കുകയാണ്. സൈക്ലോൺ ഭോല. ഏകദേശം നിങ്ങൾക്ക് കാണാം 3 ലക്ഷം പേരോളം ഈസ്റ്റ് ബംഗാളിൽ മരിച്ചു. ഒരു സിവിയർ ആയിട്ടുള്ള സൈക്ലോൺ അടിക്കുന്നു. അപ്പൊ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ത് എക്സ്പെക്ട് ചെയ്യും? അവരുടെ മെയിൻ ഗവൺമെന്റ് ഇരിക്കുന്നുണ്ട്, ആൾക്കാർ ഇരിക്കുന്നുണ്ട്, സഹായിക്കുമോ എന്ന് എക്സ്പെക്ട് ചെയ്തു. പക്ഷേ ആ സമയത്ത് യഹിയ ഖാൻ ആണ് ഹെഡ് ചെയ്യുന്നത്. ഓക്കെ, ഹീസ് എ മിലിറ്ററി ജനറൽ ആൻഡ് നെക്സ്റ്റ് ഹി വിൽ ബിക്കം പ്രസിഡന്റ്. ഇദ്ദേഹം എന്ത് ചെയ്യും? വലിയ സഹായം ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഹീസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ്. സെയിം ആളാട്ടോ യഹിയ ഖാൻ. അപ്പം ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഓബിയസ്ലി ഈസ്റ്റ് ബംഗാളികളെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യില്ലേ? അവരെ സഹായിക്കുന്നില്ല, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഇനി ഇത് കഴിഞ്ഞ് എന്താ വരാൻ പോകുന്നത്? എലക്ഷൻ വരാൻ പോവാണ് 71-ൽ. ദർ ഇസ് ഗോയിങ് ടു ബി എലക്ഷൻ. എലക്ഷൻ എവിടെയൊക്കെ നടക്കും? ഈസ്റ്റിൽ നടക്കും, വെസ്റ്റിൽ നടക്കും. എവിടേക്കാണ് നടക്കുന്നത്? ടോട്ടൽ നാഷണൽ അസംബ്ലിക്ക് വേണ്ടി. ഒരു രാജ്യമല്ലേ, 2 സ്ഥലത്തും എലക്ഷൻ നടക്കും, പക്ഷെ ഒരു അസംബ്ലിക്ക് വേണ്ടിയാ. നേരത്തെ അറേഞ്ച്മെന്റ് എന്താ? 300 പേരുണ്ട്, പകുതി പകുതി ഈസ്റ്റിലും വെസ്റ്റിലും. പക്ഷെ ഇപ്പൊ എലക്ഷൻ നടക്കാൻ പോവും. ഓക്കെ, ഇനി എലക്ഷനിൽ നിങ്ങൾക്ക് അറിയാം എന്താ സംഭവിക്കുന്നത്. ടോട്ടൽ സീറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുജിബുർ റഹ്മാന്റെ ആവാമി ലീഗ് ഡോമിനേറ്റ് ചെയ്യുകയാണ്. കാരണം സീറ്റുകളുടെ എണ്ണം കൂടുതൽ എവിടെ ആയിരുന്നു? ഈസ്റ്റ് പാകിസ്ഥാനിലാണ്. പോപ്പുലേഷൻ കൂടുതൽ ഈസ്റ്റ് പാകിസ്ഥാനിലായതുകൊണ്ട് സീറ്റുകളുടെ എണ്ണം എവിടെയാണ് കൂടുതൽ? ഈസ്റ്റ് പാകിസ്ഥാൻ. അപ്പൊ അവിടെ ഉള്ളതിൽ ഏകദേശം 99% സീറ്റും, ഏകദേശം 160+ സീറ്റ് ആര് ജയിച്ചു? ആവാമി ലീഗ് ജയിച്ചു. അവിടെ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ അന്ന് ഈ ഉള്ള ഭൂട്ടോയുടെ പാർട്ടിക്കോ ഒന്നും അവിടെ ഒരു മെജോറിറ്റി ഉണ്ടാക്കാൻ പറ്റിയില്ല ഈസ്റ്റിൽ. വെസ്റ്റ് പാകിസ്ഥാനിൽ പോലും സുൽഫിക്കർ അലി ഭുട്ടോയുടെ ലീഡർഷിപ്പിലുള്ള, പ്രൈം മിനിസ്റ്റർ ലീഡർഷിപ്പിലുള്ള പാർട്ടി PPP എന്ന് പറഞ്ഞ പാർട്ടിക്ക് വെറും 86 സീറ്റേ കിട്ടിയോ. മനസ്സിലായോ? അപ്പൊ ഈസ്റ്റിൽ കൂടുതൽ സീറ്റ് ഉണ്ട്, ആ സീറ്റിൽ ഭൂരിപക്ഷത്തിലും ആര് ജയിച്ചു? ആവാമി ലീഗ് ജയിച്ചു. അവിടെ ഈ പറയുന്ന വെസ്റ്റ് പാകിസ്ഥാനിലുള്ള പാർട്ടികൾക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി വെസ്റ്റ് പാകിസ്ഥാനിൽ തന്നെ ഇവർക്ക് പൂർണ്ണമായിട്ട് ജയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ റിസൾട്ട് എന്താ? ആരായിരിക്കണം ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് മൊത്തം പാകിസ്ഥാന്റെ ഈസ്റ്റിലും വെസ്റ്റിനെയും കൂടെ? ആരായിരിക്കണം? മുജിബുർ റഹ്മാനും ആവാമി ലീഗും ആണ്. പക്ഷെ ഇത് ഒരിക്കലും സമ്മതിക്കില്ല വെസ്റ്റ് പാകിസ്ഥാൻ. അവിടുത്തെ മിലിറ്ററി സമ്മതിക്കില്ല, യാഹിയ ഖാൻ സമ്മതിക്കില്ല, അവിടുത്തെ പൊളിറ്റിക്കൽ ഫിഗർ ഹെഡ് ആയ ഭുട്ടോയ് സമ്മതിക്കില്ല. ഇവർ ഒരു തരത്തിലും സമ്മതിക്കില്ല. ബംഗാളികൾ, അവിടെ ഹിന്ദുക്കൾ കൂടുതലാണ്. ഓക്കെ, അവരുടെ ലോയൽറ്റി വേറെയാണ്, അവരുടെ കൾച്ചർ വേറെയാണ്. വി നീഡ് ടു ഡോമിനേറ്റ്. ആ ചിന്താഗതിയിൽ ഈ 2 മനുഷ്യരോട് തീരുമാനിച്ചു സമ്മതിക്കില്ല മുജിബുർ റഹ്മാനെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ. യു അണ്ടർസ്റ്റുഡ് ദിസ്? യഹിയ ഖാൻ ആൻഡ് ഭുട്ടോ. ഭുട്ടോയുടെ PPPക്കും വലിയ മൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഇവര് സംസാരിക്കുകയുണ്ടായി മുജീബുറിനോട്. പറഞ്ഞ എന്താ? നമുക്കൊരു പവർ ഷെയറിംഗ് എഗ്രിമെന്റ് ഉണ്ടാക്കാം, എന്നിട്ട് ഒരുമിച്ച് ഭരിക്കാം. മുജീബുർ റഹ്മാൻ ചോദിച്ചത് എനിക്ക് മെജോറിറ്റി ഉണ്ട്, പിന്നെ എന്തിനാ പവർ ഷെയറിംഗ്? എനിക്ക് ഭരിക്കണം. ഇവര് സമ്മതിക്കത്തില്ല. ദാറ്റ് ഇസ് ദ സ്റ്റാർട്ട് ഓഫ് ബംഗ്ലാദേശി റിവോൾട്ട്.